ആൻഡ് വെൽക്കം ടു ബൈ ലിങ്ക് വിത്ത് ലിസ്ണി. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെയുള്ള അതിഥി പയ്യന്നൂർ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് SFIയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഏകദേശം 1917-ലാണത്. അതുപോലെ തന്നെ ആ കാലയളവിൽ തന്നെ SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന 2024 ഇലക്ഷന്റെ റിസൾട്ട്, ഇന്ത്യൻ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ അറിഞ്ഞു. അതിന്റെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പോളിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ള വിശകലനവും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാനും ചാച്ചയുമായിട്ട് 2-3 തരത്തിൽ ബന്ധമുണ്ട്. ഒന്ന്, എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ്. അത് കൂടാതെ രണ്ടാമത്തെ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പാലാവേലിൽ ചിറ്റാരിക്കായൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാനും പഠിച്ചിട്ടുണ്ട്, ചാച്ച ആദ്യം പഠിച്ചിട്ടുണ്ട്, ഓഫ് കോഴ്സ്. അതിന് ശേഷം ഞാനും പഠിച്ചിട്ടുണ്ട്, സെയിം സ്കൂളിൽ തന്നെ. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ ചാച്ച SFIയുടെ പ്രവർത്തകനായിരുന്നു. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ചാച്ചൻ കോൺഗ്രസ് അനുഭാവിയും പ്രവർത്തകനുമായിരുന്ന എൻ്റെ ചാച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചാച്ച. അപ്പം എനിക്ക് ഏറ്റവും അധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇടയിൽ ഇപ്പം ഇല്ലാത്തൊരു കാര്യമാണ് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ബഹുമാനം. ഇവർ തമ്മിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയം ഇവർ ഒരുപാട് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും രാഷ്ട്രീയം പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു എന്നാ പറയുന്നത്, ഒരു തെറ്റിദ്ധാരണകളോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു ബഹുമാനക്കുറവില്ലാതെ ഇവർ സംസാരിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ എത്ര നല്ല സൗഹൃദം നിലനിർത്താം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് എൻ്റെ ചാച്ചൻ്റെയും നിതിൻ്റെ ചാച്ചൻ്റെയും ഒരു സൗഹൃദം. കാരണം അവരുടെ ഏത് ഇലക്ഷൻ റിസൾട്ടോ എന്ത് വന്നാലും ഇവർ തമ്മിലായിരുന്നു ഏറ്റവും അധികം സംസാരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനാണ് സംസാരിക്കുന്നതെന്ന് മാത്രം എൻ്റെ ചാച്ചൻ്റെ സ്ഥാനത്ത്. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ഇലക്ഷന്റെ റിസൾട്ട് ആണോ എന്ന് തോന്നുന്നുണ്ടോ ചാച്ചയ്ക്ക്? ഭരണവിരുദ്ധ വികാരം ഉള്ളതായിട്ട് തോന്നില്ല. പിന്നെ വോട്ടിങ്ങിന്റെ ഒരു പോക്കാണ്. ഇതിപ്പോ ഈ രൂപത്തില് കുറച്ചൊരു അപാകത ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ. പക്ഷെ ആകെ കിട്ടിയ വോട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഭാവിയിൽ CPM എന്താ പറയുന്നത്, ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു പേര് പോകുമെന്ന് തോന്നുന്നുണ്ടോ മുന്നോട്ട് നോക്കുമ്പോൾ? അതോ അതിനി പോയ വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ കൂടുതൽ ശക്തി പ്രാപിക്കും? കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ രണ്ട് രൂപത്തിലാണ് ജനങ്ങൾ കാണുന്നത്. ഇപ്രാവശ്യം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്രാവശ്യം നിയമസഭാ കണക്ക് വെച്ച് നോക്കിയാൽ 114 UDF-ന് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് അടുത്ത പ്രാവശ്യം കാണണമെന്നില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷവും ഇത് തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചു. വോട്ട് കുറഞ്ഞിരുന്നു, അത് തുടർ ഭരണം പിന്നെയും വന്നു. അങ്ങനെയാണ് അതിന്റെ പോകും. അതെ, ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ലോക്സഭാ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാ വോട്ടേഴ്സ് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണോ തോന്നുന്നത്? കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ അങ്ങനെയാണ്. പഞ്ചായത്ത് വരുമ്പോ ഇതും ആയിരിക്കില്ല. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കോൺഗ്രസ് പോലെ അല്ല ഈ CPM പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സംഘടനാ പാഠം ഉണ്ട്. അതാണ് ഏറ്റവും അധികം ഒരു വലിയൊരു ശക്തിയായിട്ട് പറയുന്ന ഒരു കാര്യം. നല്ലൊരു സംഘടനാ പാഠവുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും സംഘടനാ പാഠവുമുള്ള ഒരു പാർട്ടി ദേശീയ തലത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? അത് ത്യാഗോജ്ജലമായ ഒരു പ്രവർത്തനം എല്ലാ രാജ്യത്തോട്ടും വരുന്നില്ല. ഇത് ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരൂ, കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വരുത്തുള്ളൂ.
അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന്റെ പ്രത്യയശാസ്ത്രവും വ്യത്യസ്തമാണ്. മറ്റുള്ള പാർട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു രീതിയില്ല. അപ്പം ആ നല്ലൊരു മാനുഷിക വശം ഇത് അപ്ലൈ ചെയ്യുന്നതിനകത്തുണ്ട്. ഈ മാർക്സിസം ആയാലും സോഷ്യലിസം ആയാലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഒരു നല്ല വശത്തോടു കൂടി, ഒരു നല്ല ജനങ്ങൾക്ക് നല്ല ബോധത്തോടു കൂടി അപ്ലൈ ചെയ്തെങ്കിൽ ഇത് മുന്നോട്ട് പോകും. അതാണ് അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. കുറച്ച് ബംഗാളിൽ പുറകോട്ട് പോയി. അതാ അതിന്റെ തകരാറ്. അതിപ്പോ വേണേ കേരളത്തിൽ ഇപ്പൊ സംഭവിക്കരുത്, നല്ല രീതിയിൽ പോയില്ലെങ്കിൽ. ഞാൻ വേറൊരു കാര്യം നമ്മുടെ ഇപ്രാവശ്യത്തെ റിസൾട്ട് കണ്ടപ്പം ശ്രദ്ധിച്ച എനിക്ക് വളരെ കൗതുകം തോന്നിയ പല കാര്യങ്ങളുണ്ട്. അതിനകത്തെ ഒരു കാര്യമാണ്, ഏറ്റവും അധികം BJP അല്ലെങ്കിൽ NDA ഗവൺമെന്റ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ അയോധ്യയിലെ രാമമന്ദിരം നിർമ്മിക്കുന്ന കാര്യം. അത് നിർമ്മിച്ചു. പക്ഷെ അതിന്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് ആ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആ പ്രദേശത്ത് BJP തോറ്റു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ അജണ്ട അതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ആ നാട്ടിലെ സാധാരണക്കാരുടെ പൾസ് മനസ്സിലാക്കാൻ BJP എന്നുള്ള പാർട്ടിക്ക് കഴിയാതെ വന്നു എന്നുള്ളതല്ലേ. കാരണം അവരുടെ ചിന്തയിൽ അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം അവിടെ ഞങ്ങൾ രാമക്ഷേത്രം പണിയുമെന്നുള്ളതായിരുന്നു. അവരത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് പാലിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമല്ലോ, ഇവർക്കപ്പം വോട്ട് കിട്ടുമല്ലേ വേണ്ടേ. പക്ഷെ അതേ സ്ഥലത്ത് തന്നെ ഇവർ തോറ്റു. അപ്പം BJPക്ക് ഈ എന്താ പറയുക, ഒരുപാട് മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിരുന്നു. എക്സിറ്റ് പോൾ അനുസരിച്ച് 400 വോട്ട് കിട്ടും, 400 സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത് എക്സിറ്റ് പോൾ. പക്ഷേ സാധാരണക്കാരുടെ പൾസ് അല്ലെങ്കിൽ സാധാരണക്കാരെന്താണ് വിചാരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വേണ്ടേ കരുതാൻ. ജനങ്ങൾക്ക് ഇപ്പൊ ഈ അമ്പലം പണിതാലോ പള്ളി പണിതാലോ ഒന്നും ജനങ്ങൾക്ക് പോരാ. ജനങ്ങൾക്ക് അവരോട് ജീവിത പ്രശ്നങ്ങളാണ്, അവരുടെ പട്ടിണി, അവരുടെ വിദ്യാഭ്യാസം, വസ്ത്രം, ഇതൊക്കെയാണ് പ്രശ്നം. അത് മനസ്സിലാക്കാതെ ഇത് സൂത്രത്തിൽ ഇങ്ങനെ ഇതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് ഇപ്പൊ നടന്നിരുന്നില്ലേ അത് മനസ്സിലാകും. ഇപ്പൊ അവരുദ്ദേശിച്ചത് രാമനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അമ്പലം കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അത് അവിടുത്തുകാർക്ക് നേരിട്ട് മനസ്സിലായി അതിന്റെ ദൂഷ്യവശം. അതുകൊണ്ട് അവിടെ തന്നെ അവർ നോക്കിക്കും. പിന്നെ കേട്ടറിഞ്ഞവര് അതിന്റെയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇനി ഇതുകൊണ്ട് ഇനി രാമക്ഷേത്രം കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്കും തോന്നില്ല. ക്ഷേത്രം കൊണ്ട് ഇനി BJP പോകില്ല. എന്നെ അതൊരു ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഞാൻ വിചാരിച്ചായിരുന്നു ആ പർട്ടിക്കുലർ സ്ഥലത്ത് അവർക്ക് നന്നായിട്ട് വോട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ചാച്ചയ്ക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ, BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ രാഹുൽ ഗാന്ധിനെ പപ്പു എന്ന് വിളിക്കുന്നതും ഇദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറയുന്നതും അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ, അതോ പുള്ളി നല്ലൊരു പ്രതിപക്ഷ നേതാവാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയല്ലോ. എന്റെ അഭിപ്രായത്തില് പുള്ളിയെ പപ്പു എന്ന് വിളിച്ചത് പുള്ളി നേരത്തെ ചെറുപ്പത്തില് ഒരു മുൻവർഷങ്ങളില് ചില അബദ്ധങ്ങൾ കാണിച്ചു. അതായത് പുള്ളിയുടെ തന്നെ നിയമിച്ച അവര് തന്നെ ഇന്ദിരാ കുടുംബം നിയമിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബില്ല് തുണ്ടമായിട്ട് കയറി പുള്ളി എറിഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായി. അവിടാണ് പുള്ളി പപ്പു പേര് വീണത്. ഇപ്പോഴും പറയുമ്പോൾ അവർക്ക് നാണക്കേട. പുള്ളിയുടെ പല രീതിയും അങ്ങനെ ആയിപ്പോയി. പപ്പുന്ന് വിളിക്കേണ്ട പോലുള്ള പ്രവർത്തനങ്ങൾ പലത് കാണിച്ചു പുള്ളി. അതുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ. പക്ഷെ ഇപ്രാവശ്യം പുള്ളി നടത്തിയ ഒരു ജാഥ ഈ ഇന്ത്യൻ സഖ്യത്തിനെ സഹായിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഒരു ജാഥ നടത്തിയല്ലോ പുള്ളി. ജാഥ കുറച്ചധികം ആളുകൾക്ക് ഒരു ബോധവന്മാരാക്കാൻ സാധിച്ചു. കോൺഗ്രസിനെ ഒരു ജീവൻ കൊടുക്കാൻ സാധിച്ചു. ചാച്ച പറയുവാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വേറൊരാൾ ആരായിരിക്കും ഒരു അനുയോജ്യനായ ഒരു പ്രതിപക്ഷ നേതാവ് ചാച്ചയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ കോൺഗ്രസിന് ഏറ്റവും പറ്റിയ ആള് ശശി തരൂർ. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളിക്കാരനെ എന്താ പറയുന്നത് ആരും സ്വീകരിക്കാത്തത്? ഇപ്പൊ തിരുവനന്തപുരത്ത് പുള്ളിക്കാരൻ കഷ്ടിയാണ് രക്ഷപ്പെട്ടത്. അപ്പം തിരുവനന്തപുരത്ത് അപ്പൊ 4ാമത്തെ ടേമാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതൊരു വലിയൊരു കാര്യമാണ് 4ാമത്തെ തവണയും ജയിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും പുള്ളിക്കാരന് അധികം സപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇല്ലേ?
അപ്പം പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണേലും പ്രതിപക്ഷ നേതാവായിട്ടാണേലും ഏറ്റവും അധികം കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പുള്ളിക്കാരനാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം ഈ പുള്ളിക്കെതിരെ എല്ലാവർക്കും ഒരു പാർട്ടിയുടെ ഇടയിൽ തന്നെ ഉള്ളിൽ തന്നെ ഒരു ഇഷ്ടക്കുറവ്? പുള്ളി ആള് കൊള്ളാവുന്നവനാണ്. പക്ഷെ കൊള്ളാവുന്നവനെ ഈ കോൺഗ്രസ് ഒരിക്കലും മാനിച്ചിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിയെക്കാട്ടിലൊക്കെ എത്രയോ ശക്തരായ ആളുകൾ ശരത് പവാർ, ഇങ്ങനെ ശരത് പവാറിനെ പോലെയും പിന്നെ പ്രണബ് മുഖർജിയെ പോലെയൊക്കെയുള്ള പ്രഗത്ഭര് ഈ കോൺഗ്രസിലുണ്ടായിരുന്നു. അവരെയൊന്നും കോൺഗ്രസ് മാനിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രഗത്ഭരെ ഒരിക്കലും മാനിക്കാറില്ല. അവര് പൊതുവെ കാണിക്കുന്ന ഒരു സ്വഭാവം വൈതാളികരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ നെഹ്റു അതിൻ്റെ ഒരു വട്ടത്തിരിക്കുന്ന പോവുക. അതാണ് കോൺഗ്രസിന് പറ്റുന്ന അബദ്ധം. പക്ഷെ ഞാനിത് തന്നെ വിചാരിച്ചിട്ടുണ്ട്, ശശി തരൂരിനെ പോലെയുള്ള ഒരു ശക്തനായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ തന്നെ വോട്ട് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന്. പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒത്തിരി ബെറ്റർ ആയി എന്ന് വേണം കരുതാൻ, ഇല്ലേ? പുള്ളിക്കാരുടെ പണ്ടത്തെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കിയിട്ട്, അതോ ഇപ്പോഴും അങ്ങനെ വെച്ച് നോക്കിയാലും വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഇനി കേരളം ഇപ്പൊ തന്നെ നല്ലൊരു മാറ്റമാണ്. പുള്ളി പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പം ഈ ഒളിച്ചോടാതെ ഇപ്പൊ അങ്ങ് സ്വീകരിക്കുക. മറ്റേ അങ്ങനെ അല്ലായിരുന്നു. ഓരോ പ്രസിഡന്റ് സ്ഥാനമൊക്കെ പറഞ്ഞാൽ പുള്ളി അത് ഏറ്റെടുത്ത് ഇട്ടേച്ച് പോയെടുത്ത് പിന്നെയും വരണം എന്ന് പറഞ്ഞാൽ വരികയില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം പുള്ളി കാണിച്ചു. അതൊക്കെ പുള്ളിക്ക് നല്ലതല്ല. ഇപ്പൊ അത് കാണിച്ചു നല്ലതാണ്. അവർ തീരുമാനം അംഗീകരിച്ചു പുള്ളി. ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മുരളീധരന് ഭയങ്കര വിഷമമുണ്ടായ മുരളീധരന് വിഷമമുണ്ടായ ഒരു കാര്യമാണ് പുള്ളിക്കാരൻ തോറ്റുപോയി. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരനെ പിന്നിൽ നിന്ന് കുത്തി, അല്ലെങ്കിൽ പുള്ളിക്കാരന് ആവശ്യത്തിനുള്ള സഹായം കിട്ടിയില്ല, പുള്ളിക്കാരൻ ഉറപ്പായ ഒരു സീറ്റാണ് മാറ്റി ഇവിടെ കൊടുത്തത്. പുള്ളിക്കാരൻ നല്ലൊരു അനുയോജ്യനായ ഒരു നേതാവാണെന്ന് തോന്നുന്നുണ്ടോ അവിടെ? പുള്ളി തരൂരിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഇനിയിപ്പം ഒരു ഭരണം അവർക്ക് കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായ യോഗ്യന് എന്തുകൊണ്ടും മുരളിയാണ്. അത് തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉള്ളതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു. അത് തകർക്കാനാണ് ബാക്കി 17 പേരെ അതാത് സീറ്റ് മത്സരിപ്പിച്ചിട്ട് ഈ ഒരാളെ മാത്രം ഈ പണി ചെയ്തു. പക്ഷെ പുള്ളി അത് വേറൊരു ലാക്ക് കണ്ടാ വന്നത്. പക്ഷെ സംഘടനയില് പുള്ളിയെ ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അടുത്ത കോൺഗ്രസിന്റെ ആളെന്നുള്ളിടത്തുനിന്ന് മാറ്റാൻ ചെയ്ത പണിയായി. ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല. പുള്ളി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രിയാക്കാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബൽറാം ജയിച്ചെടുത്ത് നിർത്തി 10,000 വോട്ടിന് തോപ്പിച്ച് കൈകൊടുത്തു. അതാ പെങ്ങള് പറഞ്ഞത്. ഏട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലോ. ചാച്ച ഇപ്പത്തെ ഒരു രാഷ്ട്രീയം നോക്കുവാണെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ ഇതുപോലെ തന്നെ മോദി മീഡിയ എന്ന് പറയപ്പെടുന്ന ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ എക്സിറ്റ് പോളുകളും തന്നെ വാഴ്ത്തി ഇങ്ങനെ 400 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പം. അപ്പൊ ഒരുപാട് ആൾക്കാരെ അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയയും ഈ 100 കണക്കിന് ചാനലുകളും. അപ്പൊ ചാച്ചയൊക്കെ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ഒരു രാഷ്ട്രീയവും ഇപ്പോഴത്തെ രാഷ്ട്രീയവും എന്തുമാത്രം വ്യത്യാസമാണ്? അന്ന് എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. അത് വോട്ട് ചെയ്തിറങ്ങുമ്പം ഇറങ്ങുന്നവരെ ഇതാണ്. അന്ന് പിന്നെ പത്രക്കാര് നടത്തുമായിരുന്നു. അതായത് ഓരോ സ്റ്റേറ്റിൽ ഓരോ മാതൃഭൂമി മനോരമ ഒക്കെ നടത്തുമായിരുന്നു. അത് കറക്റ്റുമായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ലേ, ഒരു 10-30 വർഷം മുമ്പ് ഇവർ നടത്തിയിരുന്നത് കറക്റ്റാണ്. അത് ഇപ്പം പിന്നെ പാർട്ടിവൽക്കരിച്ച് ഇപ്പം സാമ്പത്തിക ഇപ്പൊ നടത്തണമെങ്കിൽ ഇതിന് കാശിയെല്ലാം കൂടുതലാണ്. അതിപ്പോ ആരുടെയാണ്? അത് മോഡി അവര് നല്ലപോലെ ആ കാശ് കൊടുത്ത് ഇത് വരുത്തി വെച്ചു. ഇനിയിപ്പോ അടുത്ത വഴി ഇത് വിശ്വസിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വിശ്വസിച്ചില്ല, ഇനിയും ഒട്ടും വിശ്വസിക്കില്ല. നിങ്ങളുടെ പ്രവർത്തനം എന്തുമാത്രം വ്യത്യാസമായിരുന്നു പണ്ടത്തേതും ഇപ്പോഴും തമ്മില്? ഇപ്പം വലിയ വ്യത്യാസം. എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇപ്രാവശ്യം ഇപ്പം പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട്? പണ്ടത്തെ ഇപ്പോഴത്തേക്കുള്ള വ്യത്യാസം, പണ്ട്
പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെ ഞങ്ങളെ പ്രവർത്തിക്കുന്നവരുടേത് സ്വത്ത് അങ്ങോട്ട് പിന്നെ പാർട്ടിയിലേക്ക് പോയി. ഇപ്പം അങ്ങനെയല്ല. EMSന്റെ മുഴുവൻ സ്വത്തും വിറ്റ് പത്രം നടത്തുകയും AKG അങ്ങനെയുള്ളവരെല്ലാം. പക്ഷെ ഇപ്പോൾ ആ സ്ഥിതി മാറി. ഇപ്പോൾ ഒരു ഉപജീവന മാർഗമായിട്ടും ബിസിനസ്സായിട്ടും ഒക്കെ പോകുന്നുണ്ട് ഇപ്പോൾ. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇപ്പോൾ പണം കുറക്കാനായിട്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതിൻ്റെ പ്രകടനങ്ങൾ കാണാൻ തുടങ്ങി. അല്ല, ഇപ്പൊ നമ്മള് ഒരു തരത്തിൽ പറയുവാണെങ്കിൽ അത് എനിക്ക് തെറ്റ് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഒരാളൊരു ജോലി ചെയ്തിട്ട് വേണമല്ലോ അവർക്ക് ജീവിതം പുലർത്താൻ. അപ്പൊ അവൻ ജോലിക്കുള്ള പൈസ കിട്ടുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഈ കൈക്കൂലി മുഖേന നമുക്ക് കിട്ടുന്നതിലേ ഉള്ളു തെറ്റ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്കുള്ള പൈസ നമുക്ക് കിട്ടണം. അപ്പൊ അത് ഏത് ജോലിയാണെങ്കിലും ആ ജോലി അത് ത്യാഗോജ്വലമായിട്ടാണ് ജോലിക്ക് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന കാശും കൊണ്ടാണ് ഈ പ്രവർത്തന രീതിക്ക് പോയത്. അത് പാർട്ടിയാണ് കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുവാനും കൊണ്ട് തീരെ നിവൃത്തിയില്ലാത്തവർക്ക് പാർട്ടി അലവൻസ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അലവൻസിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പ്രവർത്തനം എന്താ പറയുന്നത് കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈസി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നമുക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞാൽ മതി, ആൾക്കാരോട് പോയി പറയണ്ട. വലിയ എളുപ്പം. നല്ല എളുപ്പമില്ലേ? അന്നൊരു വിവരം അറിയിക്കണമെങ്കിൽ നമ്മള് പിന്നെ ഗ്രാമീണ മേഖലയിലൊക്കെ 10, 20, 30 കിലോമീറ്റർ നടന്ന ദിവസമുണ്ട് ഒരു ദിവസം. ഇലക്ഷന്റെ തലേന്ന് നമുക്ക് ഈ സ്ലിപ്പും ഒക്കെ എത്തിക്കണമെങ്കിൽ 30-35 കിലോമീറ്റർ നടന്ന ദിവസമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര എളുപ്പമാണ് അങ്ങനത്തെ രാഷ്ട്രീയം ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ വൈരമോ സ്ഥിരമായ ശത്രുക്കളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ ചന്ദ്രബാബു നായിഡു ആണ് പണ്ടത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ ഈ ഇടയ്ക്കാണ് പണ്ടത്തെ പ്രസംഗം ആരോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആര് പ്രധാനമന്ത്രി ആയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മോദി അല്ലാതെ ആരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളിയാണ് ഇപ്പൊ കൂടെ നിൽക്കുന്നത്. അപ്പം ഈ പുള്ളി നിതീഷ് കുമാറിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിയിട്ട് ചാച്ചിക്ക് തോന്നുന്നുണ്ടോ ഈ സഖ്യമായി തന്നെ തുടരും, അല്ലെങ്കിൽ ഇവരിനിടയ്ക്ക് ഇതിനൊരു പിളർപ്പുണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇവരുടെ മുൻകാല ചരിത്രം വെച്ച് നോക്കുവാണെങ്കിൽ? ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഒത്തിരി പേര് പ്രധാനമന്ത്രിമാരാവും ഈ 5 കൊല്ലത്തിനിടയ്ക്ക്. ചുരുങ്ങിയത് എന്നെ തുടങ്ങുന്ന ഒരു 4-5 പ്രധാനമന്ത്രി ഈ 5 കൊല്ലത്തിനുള്ളിലുണ്ടാവും. അതുപോലെ മുന്നണിയും ചിലപ്പോൾ ഒരു 3-4 മുന്നണിയും ഉണ്ടാവും. അത്രയും പ്രധാനമന്ത്രിമാരുണ്ടോ? വളരെ എന്താ പറയുന്നത് രസകരമായ ഒരു രാഷ്ട്രീയമായിരിക്കും നമുക്കിനി കാണാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു കാര്യമാണ് നമ്മുടെ നരേന്ദ്രമോദി മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ വണങ്ങുക. ഇപ്പം ഒരു കാര്യം ഞാൻ ഒരുപാട് വായിച്ചൊരു കാര്യമാണ്, എല്ലാവരും പറയുന്ന ഒരു ആശ്വാസം, ഫൈനലി നമുക്കൊരു പ്രതിപക്ഷം കിട്ടി. ഏത് സ്ഥലത്താണല്ലേ നല്ലൊരു സ്ട്രോങ് പ്രതിപക്ഷം ഇല്ലെങ്കിൽ ആ ഭരണത്തിനകത്ത് തന്നെ അർത്ഥമില്ല. അപ്പം നല്ലൊരു സ്ട്രോങ് പ്രതിപക്ഷം കിട്ടി. 2, മോദി വിചാരിച്ചാലും ഭരണഘടന മാറ്റാൻ പറ്റത്തില്ല. അത് മോദി എന്നല്ല, ആര് വിചാരിച്ചാലും നമ്മൾ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതല്ലല്ലോ രാജ്യത്തിന് എപ്പോഴും. അത് ആര് ജയിച്ചാലും ഒരു പ്രതിപക്ഷം, നല്ല പ്രതിപക്ഷം വേണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അല്ലാതെ ഇപ്പൊ 400 വോട്ട് കിട്ടി അതിപ്പോ കോൺഗ്രസ് ആയാലും അപ്പം അവർക്കൊരു അഹങ്കാരം വരും. ഈ ഭരണഘടന മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു നല്ല കാര്യമായി തോന്നുന്നുണ്ടോ ഇപ്പം നല്ലൊരു പ്രതിപക്ഷത്തിനെ കിട്ടിയത് ഇന്ത്യൻ സഖ്യം? നല്ല കാര്യമായിട്ട് തോന്നുന്നത് അത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തുള്ള ജനം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഇലക്ഷൻ റിസൾട്ടിനെ വളരെ സന്തോഷത്തോടെ ലോക ജനത പോലും കാണും. ഈ പത്രങ്ങളുടെ പ്രതികരണം കണ്ടാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജനം ഇന്ത്യൻ ഇലക്ഷനെ കാണുന്നത്. ഏകാധിപത്യ രീതിയിൽ ഇത് പോകും. ഇത് അല്ലെങ്കിൽ എല്ലാവരും 100% വിശ്വസിച്ച് ഏകാധിപത്യത്തിലോട്ട് പോകും എന്നാ വിചാരിച്ചു. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കാരണം ആര് ജയിച്ചാലും, ഇപ്പൊ കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും BJP ജയിച്ചാലും ഒരു വലിയ അളവിൽ ജയിച്ചാൽ എന്ത് പറ്റും? അതും തുടർച്ചയായി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ED റെയ്ഡ്, ഭീഷണികള്, മാധ്യമങ്ങൾക്ക് പോലും ഇവർ പറയുന്നത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അതിപ്പം ആര് ഭരിച്ചാലും കുറെ നാൾ അങ്ങനെ ഭരിച്ചാൽ അങ്ങനത്തെ ഒരു ഇട വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു നല്ല പ്രതിപക്ഷത്തിനെ കിട്ടിയെന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. അപ്പം അതുപോലെ തന്നെ
ഒരു അവിയൽ സഖ്യം എന്ന് പറയാവോ, അതെ, 2-3 സഖ്യം ആദ്യമായിട്ടാണ് മോദി അങ്ങനത്തെ ഒരു കാര്യം ഇടപെടുന്നത്. അതൊരു തന്ത്രം വേണ്ടേ അതിന്, ഈ സഖ്യത്തിനെ കൂടെ കൊണ്ടു നടക്കാൻ? അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയല്ലേ, മോദി അതെങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ളത്. അത് മോഡി നോക്കിക്കൊണ്ട് നടക്കാൻ അതിനെക്കാട്ടി തന്ത്രശാലികളാണ് കൂട്ടുകാർ രണ്ടുപേരും. കൂട്ടുകാർ രണ്ടുപേരല്ല, 3 പേരുണ്ട്. പാസ്വാനും കൂടെ ഉണ്ട്. പാസ്വാൻ ഇതിലൊക്കെ സമർത്ഥന. എണ്ണം കുറവാന്നേ ഉള്ളൂ, 3 MP-മാരേ ഉള്ളൂ. ഇതിലൊക്കെ സമർത്ഥന പാസ്വാൻ. ഇത് 3 കൂടെ കൂടിയാൽ മോഡി ഭരണഘടന നമിക്കുമല്ല. ഇത് എന്താ പറയുന്നത്, നമ്മുടെ സ്പീക്കർ പദവി, ആഭ്യന്തരം, ധനകാര്യം, ഇതെല്ലാം BJP ആഗ്രഹിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളാണ്. ഇത് BJPയുടെ കൈവിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നാണ്. ഇപ്പൊ കേട്ടാ അറിയാം സ്പീക്കർ ആരാന്ന്. കാരണം ചന്ദ്രബാബു വിടുകയല്ല. കാരണം അമ്മായിമ്മയായിട്ട് കളിച്ച് ഈ സ്പീക്കർ പുള്ളിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് പുള്ളി അനുഭവിച്ചാവും. പുള്ളി മറ്റേ ആന്ധ്രയില് അനുഭവിച്ചത്. സ്പീക്കർ മറുപക്ഷമായി പോയി. മറുപക്ഷമല്ല, അമ്മായിമ്മയുടെ പക്ഷമായിപ്പോയി. അവിടെ കിടന്ന് അനുഭവിച്ച പുള്ളി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നപ്പോഴേ കയറിയപ്പോഴേ പറഞ്ഞ സ്പീക്കർ എനിക്ക് വേണമെന്ന് പറഞ്ഞു. മോഡി ഇതും കൊണ്ട് കളിക്കാനായിരിക്കുന്നത് സ്പീക്കർ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർ എന്തുമാത്രം അതിന്റെ ബലം ഉപയോഗിച്ച ആൾക്കാരാണ്. അല്ലെ, സ്പീക്കറിന് എന്തുമാത്രം എന്താ പറയുക, നമ്മുടെ ശേഷൻ ആയപ്പോഴല്ലേ ഇലക്ഷൻ ആളിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലെ തന്നെയാണ് സ്പീക്കറിന് ഒരുപാട് എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ അറിഞ്ഞത് ഈ കാലത്താണ് അറിഞ്ഞത്. സ്പീക്കറിന് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അറിഞ്ഞത്. ഈ രാഷ്ട്രീയം വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് പേർക്ക് രാഷ്ട്രീയം അറിയത്തില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, അല്ലെ? രാഷ്ട്രീയം അറിഞ്ഞിരിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് എന്തുമാത്രം നല്ലതാണ്. ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അറിയാൻ താല്പര്യവും ഇല്ല, ന്യൂസ് കേൾക്കുകയും വേണ്ട, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ജീവിക്കുന്ന വോട്ടർമാരെ ആരായിരിക്കും സ്വാധീനിക്കുന്നത്? എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ചും ബോധമില്ലാത്ത ആൾക്കാർ. അപ്പം അവരെയൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിഷ്പക്ഷരെന്ന് വേണേ നമുക്ക് അവരെ പറയാം, അല്ലെ? നിഷ്പക്ഷരെന്ന് പറയാൻ ഒക്കത്തില്ല. അവർ ഈ പ്രചാരണത്തിന്റെ പുറകെ പോകും. അവരിങ്ങനെ പത്രം വായിച്ചിട്ട് ഇതെഴുതിയ അന്നേ അവർ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വായിച്ചതിലായിരിക്കും നിൽക്കും അവർ. അതിന് അപ്പുറത്തോട്ടും പോകില്ല. അവർ ഇപ്പുറത്തോട്ട് പിറ്റേന്ന് പത്രം വായിച്ചാൽ പിന്നെ മാറാം. ഈ അരാഷ്ട്രീയക്കാര് അവർക്കൊന്നും അറിയത്തില്ല. അവർക്ക് ആ അന്നേരത്തെ തോന്നാം, അങ്ങനെ പോകും. ഈ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളില് ഇങ്ങനത്തെ ആൾക്കാര് ഈ ഇലക്ഷന് ലൈക്ക് വോട്ടിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അവര് ഫുള്ള് ചിന്തിക്കാതെ അന്നേരം നടക്കുന്ന ആ കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണോ കൂടുതലും എന്താ പറയുന്നത് ഭാവി നിർണയിക്കുന്നത്, ആര് ജയിക്കണം എന്നുള്ളത്? തൃശ്ശൂരെ കുറിച്ച് മാത്രമേ, തൃശ്ശൂര് ഇച്ചിരി മനഃപൂർവമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വിജയിക്കാനായിട്ട്. അല്ല, മുരളിയെ തോപ്പിക്കണമെന്ന് ഉള്ള കാര്യത്തിൽ ഒരു മനഃപൂർവമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് മോഡി ജയിച്ചത്. അല്ലാണ്ട് മോഡിയായിട്ട് ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മുടെ സുരേഷ് ഗോപി. മോഡിയല്ല, സുരേഷ് ഗോപി. അല്ല, മോഡി വന്നത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതല്ലാതെ മുരളിയെ തോപ്പിക്കണം. മുരളി എന്തുകൊണ്ടും തൃശ്ശൂർ വന്നത് അബദ്ധമാണ്. പുള്ളി ഒരിക്കലും തൃശ്ശൂർ വരുന്നത് അല്ല. മോദി വന്നതും ഞാൻ ആലോചിക്കാറുണ്ട്, ആരാണ് ഈ വോട്ടിനെ അവസാന നിമിഷത്തിൽ പിടിച്ചു മാറ്റുന്നതെന്ന്. കാരണം കുറെ പേരുണ്ട് കോൺഗ്രസിൽ തന്നെ വിശ്വസിക്കുന്നവര്, കുറെ പേര് കമ്മ്യൂണിസ്റ്റിൽ തന്നെ വിശ്വസിക്കുന്നു, കുറെ പേര് BJP തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു കൂട്ടം ആൾക്കാരല്ലേ ഇത്. മുരളിയെ അവിടെ തോപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ തന്നെയുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കോൺഗ്രസ് അടിയില്ലേ, ഓഫീസ് കൂട്ടിയില്ലേ, അടി നടന്നത്. അതാണ് മുരളിയെ തോപ്പിക്കണം. അവർക്ക് പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നുള്ളതല്ല, മുരളിയെ തോപ്പിക്കണം. അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുമുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മാത്രമല്ല, മുരളിയെ ഹൈക്കമാൻഡ് ഒട്ടും ഇഷ്ടമുള്ള ആളല്ല. മുരളിനെ ഹൈക്കമാൻഡിന് ഇഷ്ടമല്ല, ശശി തരൂരിനെ ഇഷ്ടമല്ല, തരൂരിനെ ഇഷ്ടമല്ല.
അപ്പൊ കോൺഗ്രസിന്റെ ഭാവിയില് ഇനിയിപ്പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അവർക്ക് യോഗ്യതയുള്ളത്? തരൂരാണ്. തരൂരാണ്. പക്ഷെ തരൂരിന് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് കൊടുക്കില്ല. ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് അങ്ങനെ സാഹചര്യം വന്നാൽ കൊടുക്കുന്നത് ഒട്ടും കഴിവില്ലാത്ത ഒരാളെ കൊണ്ട് ഏൽപ്പിക്കും. അതിന് ആള് ഡൽഹിയിൽ ഇപ്പൊ ഇപ്പോണ്ട് തന്നെ. അല്ല, ഇവരുടെ ചരിത്രം തന്നെ പരീക്ഷിച്ചാല് ഇപ്പം കഴിവുള്ള ആൾക്കാരായ ഇപ്പൊ ചാച്ച നേരത്തെ പ്രതിപാദിച്ചതുപോലെ എന്താ ശശി തരൂരിന് എന്തൊരു പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടുന്നില്ല. അത് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ പുള്ളിക്ക് പ്രതിപക്ഷ സ്ഥാനം കിട്ടിയെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം എന്താ പറയുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് കുറെ വോട്ടുകൾ കൂടുതൽ കിട്ടാനായിരിക്കും സഹായിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ രീതി ഇവർ മാറ്റുന്ന എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ യാച്ചയ്ക്ക്? ഈ കോൺഗ്രസിന്റെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പ് നടക്കാനാണ് തരൂരിപ്പം മത്സരിക്കാൻ പോകേണ്ട അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതേ ഉള്ളൂ. കാർഗെ ഇന്ദിരാഗാന്ധി അല്ല രാജീവ് ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ നോമിനിയാണ്. നെഹ്റു കുടുംബത്തിന്റെ നോമിനിയെ ഈ കോൺഗ്രസിൽ തന്നെയുള്ള ഈ വൈതാളികർ എന്ന് പറയും, ഈ സ്തുതിപാഠകർ. ഈ സ്തുതിപാഠകരായി ഇന്നും കോൺഗ്രസിനെ കൊണ്ടുനടക്കും. ദയനീയമായ അവസ്ഥയാണ്. അതാണ് ആ ദയനീയത കൊണ്ടാണ്, ആ ഒരു സംഭവം കൊണ്ടാണ് ഈ പപ്പു എന്നൊക്കെയുള്ള വിടി വരുന്നത്. അല്ല, ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്, എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പുള്ളീനെ താഴ്ത്തി കെട്ടാനായി മാത്രം BJPക്കാർ ഇറക്കിയ ഒരു പേരും ഒരു ലേബലും, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും വീഡിയോ ഇപ്പോഴത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാലോ. കുറേയൊക്കെ സത്യമാണ്. ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കുറെ വീഡിയോ ഒക്കെ ഇട്ട് പുള്ളിക്കാരനെ താത്തി കെട്ടാനായിട്ട് മനഃപൂർവ്വമുള്ള ഒരു ശ്രമം അവർ ചെയ്തതായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. അല്ല, പുള്ളി പുള്ളി ഹരിജനങ്ങളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാണിക്കും. ഞാൻ ഹരിജനങ്ങളുടെ അത് ഉദാഹരണമാണ്, ഹരിജന ഉദാഹരണമാണ്. അല്ല, പക്ഷെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന എല്ലാരും ചെയ്തത് അവരോട് ഒരു ദിവസം പോയിരുന്ന് കഴിക്കുകയല്ലേ ചെയ്ത്. അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും അവരുടെ കൂടെ ഏകജീവൻ അങ്ങനെ ചെയ്ത്. അല്ലാണ്ട് ഒരു ദിവസം പോയി അവരോട് നിന്ന് സദ്യ കഴിച്ച് വെച്ച് ഫോട്ടോ എടുക്കല്ലേ ഏകജി ചെയ്ത്. സ്ഥിരമായിട്ട് അവരെ വളർത്തി കൊണ്ടുവരിക. ഇതാ നല്ല കാണിച്ച്. ഇതൊരു ജാഥ നടക്കുന്നു, അന്നേരം ഓടിച്ചാടി അടുത്തൊരു ചെറിയ വീട്ടിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് അത് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് കാണിച്ചു. പിന്നെ ഈ പുള്ളിയെ പപ്പൂന്ന് വിളിച്ചിപ്പോ ഒരിക്കൽ കേരളത്തിൽ വന്നപ്പോ ഓടിക്കയറി പോലീസ് ജീപ്പിന്റെ കൊണ്ടേ കയറിയിരുന്നു. ഇതൊക്കെ കണ്ടാല് എന്താ ചെയ്തു? ഇപ്പൊ പുള്ളി മാറി. അന്നേരം പുള്ളി ഫോട്ടോ ഇരിക്കായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു. ഇപ്പൊ മാറി. പിന്നെ ഇതിലൊക്കെ കൈ അടിച്ചോണ്ട് കുറെ ആളുകളും. അപ്പൊ പിന്നെ പുള്ളി ഇതൊക്കെ കാണിക്കും. കേരള രാഷ്ട്രീയത്തില് ഇനി പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര് വരും എന്നാണ് ചാച്ചയ്ക്ക് തോന്നുന്നത്? ഇനിയൊരു ഇലക്ഷൻ ഇവര് ജയിക്കുമോ? നിയമസഭാ ഇലക്ഷനില് ജയിക്കുന്നു ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. അതുപോലെ ഇരിക്കും. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധാരണഗതിയിൽ പിണറായി വിജയന് ശേഷം ഇന്നാരെന്നൊന്നും ഇപ്പോഴേ ഇരിക്കുകയില്ല. അങ്ങനൊരു ചരിത്രമില്ല. പിന്നെ ചില ലക്ഷണമൊക്കെ കാണുമ്പോൾ ആളുകൾ അതൊന്നും പറയും. അല്ല, ഇത് രണ്ടാമത്തെ തവണയും ഇങ്ങനെ പാർട്ടി EMSന്റെ കാലത്ത് എത്ര നാൾ EMS ഒക്കെ ഭരിച്ചിട്ടുണ്ട്? നമ്മൾ സാധാരണ ഒരു ടേൺ എടുക്കാറില്ലേ? ഇതിനു മുമ്പേ ഇങ്ങനെ തുടർച്ചയായിട്ട് 2 ഭരണം ഒരുമിച്ച് കിട്ടിയ ഒരേ സമയത്ത് കിട്ടിയിട്ടില്ലല്ലോ. ഇടവിട്ടല്ലാതെ ഇത് ഒത്തിരി നാളുകൾക്ക് ശേഷം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിക്കൊണ്ടെന്ന് മാത്രം പറയാനൊക്കത്തില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പിടിപ്പുകളുള്ള അതെ, എപ്പോഴും ഒരാൾ ജയിക്കുന്ന അയാൾ മിടുക്കരായോണ്ടല്ലോ മറ്റേ ആൾക്കാർക്ക്. അല്ലെ, പാർട്ടി മാറി മാറി വരുന്ന അവരവരുടെ മിടുക്കുകൊണ്ടല്ല, മറ്റവരുടെ പിടിപ്പുകളുണ്ടോ. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ സഖ്യം അല്ലെ, അത് ഇത്രയും പാർട്ടികളെ ഒരുമിച്ച്, ഒരുപാട് പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോരാൻ ഒരുപോലെ നിർത്താൻ പറ്റിയത്, പൊതു ശത്രുവിനെതിരെ നിർത്തിയ ഒരു നല്ല കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും അവർക്ക് പൊതുവായിട്ട് വോട്ട് കിട്ടിയത്. അതുകൊണ്ടാ കിട്ടി. അല്ല കിട്ടിയില്ല. അതിന് വളരെ കറക്റ്റായിട്ട് ഒന്നിച്ചിരുന്നവരോടത്ത് നല്ല വിജയം വന്നു. മദ്രാസിന് നല്ല വിജയം. BJP ഒറ്റ സീറ്റുമില്ല. ഡൽഹിയില് ഇവിടെ യോജിപ്പ് ശരിയായില്ല. അതുകൊണ്ട്
പിന്നെ BJP 7 സീറ്റും കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റും കെജ്രിവാളിനാണ്. ഇപ്രാവശ്യം 7 സീറ്റും BJP ഉണ്ട്. ഈ ലോകത്ത് ഇതെല്ലാം നടന്നിട്ടും ഇന്ത്യ മുഴുവൻ ഇത്ര നടന്നിട്ട് ഒറ്റ സീറ്റ് ഡൽഹി പിടിക്കാൻ പറ്റിയില്ല. പഞ്ചാബ് കിട്ടിയില്ല. അല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങള് ചാച്ച എന്തുമാത്രം വിശ്വസിച്ചിരുന്നു? ഞാൻ വിശ്വസിച്ചിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞാൻ ആക്ച്വലി വിശ്വസിച്ചിരുന്നു. ഈ 400 കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എങ്കിലും ഇപ്പം കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പം സഖ്യം കൂടിയേ ഇവർക്ക് ഭരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിലും വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നവരും ഞാൻ ഇല്ലേ, ഇത് ആദ്യം ഇത്രയും താന്നു പോയത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. BJP ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയാണ് അവർക്ക് പിഴച്ചതെന്ന് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. UP ആണ് അവർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ചത്. അല്ലെ, ഏറ്റവും അധികം MP-മാരെ കൊടുക്കുന്നത്, അല്ല ഏറ്റവും അധികം MP-മാര് പോകുന്നത് UP തന്നെ. അത്രയും വലിയൊരു സംസ്ഥാനമായ UP അവർക്ക് പോയി. പക്ഷെ അത് അവിടാണ് അവിടെ ഈ BJP-യുടെ കുറച്ച് സ്ഥലമാണ് അവിടെ. ഈ അമ്പലം ഈ അമ്പലം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാലം ഒന്നും പോകാനൊക്കത്തില്ല. ഒരു മൂച്ചിന് ഇച്ചിരി അങ്ങോട്ട് ഒരു നീക്കം കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് മനസ്സിലായി, നേരിട്ട് മനസ്സിലായവര് അവിടെ തന്നെ നോക്കിച്ചു, അയോധ്യയിൽ തന്നെ നോക്കിച്ചു. അല്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാന് അവര് വൈകി. പക്ഷെ 2 ടേമിലും അവർ ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഒരു എന്താ ഇവര് പറയുന്ന മോദി തരംഗം ഇപ്രാവശ്യം എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇത്രയും വോട്ട് കുറയുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം കിട്ടും എന്നാണ്. ഭൂരിപക്ഷം കിട്ടാതെ ഇരുന്നത് ജനങ്ങൾ തന്നെ മടുത്തിട്ട് എന്താ പറയുക, മീഡിയ 70% പരസ്യങ്ങളും 70% എക്സിറ്റ് പോളും എല്ലാം കാണിച്ചിരുന്നത് ഇവരുടെ തന്നെയായിരുന്നു. മീഡിയ ഫുൾ മീഡിയയും ഇവരുടെ ആയിരുന്നു. ജനങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവം, ഇതിനകത്ത് പാർട്ടിക്കല്ല, ജനങ്ങൾ നേരിട്ടുള്ള അനുഭവത്തിൽ അവർക്കൊരു അവസരം ഒരു സാഹചര്യം കൂടെ ഒത്തുകിട്ടി. UP-ലാന്നേലും ഒരു മുന്നണി വന്നു, ഇന്ത്യ മുന്നണി. മറ്റേ കോൺഗ്രസും ജനതാദളും യോജിക്കാതല്ലേ ഉണ്ട്. ഇപ്പൊ യോജിച്ചു വന്നപ്പോൾ അവർ ആ ഭാഗത്ത്. മമതാ ബാനർജിയൊക്കെ എന്തുമാത്രം യോജിച്ചു പോകുന്നുള്ളത് ഞാൻ അല്ലെ, പുള്ളിക്കാരി എങ്ങനെ വേറൊരു മുന്നണിയുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു ആളല്ലല്ലോ പുള്ളിക്കാരുടെ ഒരു പ്രകൃതം. ഇപ്പം അപ്പുറം നമ്മുടെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നപ്പോ ഈ പുള്ളിക്കാരി ആവണേ അങ്ങോട്ട് പോകും. അതെ, പുള്ളിക്കാരി പോയിട്ടുണ്ട്, അങ്ങനെ ഇതേപോലെ പോയിട്ടുണ്ട്. ഇവര് വാജ്പേയി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സർക്കാർ എത്ര ഉണ്ടായെന്ന് അറിയോ? അന്നേരം 4 പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറി. അതാണ് ഈ പറഞ്ഞത്, ഞാനും ചുമ്മാ പറഞ്ഞായിരുന്നു. ഈ 4 പ്രധാനമന്ത്രിമാർക്ക് ചാൻസ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, അതേപോലെ ഇനിയും വരും. ഇപ്പം അന്നേരം ഇനിയും ആരാമത് പ്രധാനമന്ത്രി ആകുമ്പോൾ പറയാൻ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു, ബംഗാളിന്റെ മമ തന്നെ ചിലപ്പോൾ ആയിരിക്കും. സംശയമൊന്നുമില്ല, ആയിരിക്കും. ഇനി ഒന്നുമല്ലാതെ 3 പാസ്വാൻ ആയിരിക്കും. പാസ്വാന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു VP-സിക്ക് രാജിവെച്ചപ്പോൾ പുള്ളിക്കാണോ. ഈ 5 വർഷത്തിൽ ഇവര് തെരഞ്ഞെടുത്ത ഓരോരുത്തരായി. പക്ഷെ അത് ഒരു തരത്തിൽ പറഞ്ഞാല് ഈ സ്വേച്ഛാധിപത്യം ഉള്ളതിനേക്കാളും നല്ലതാണ് അങ്ങനത്തെ ഒരു വേറൊരു മാറ്റം വരുന്നത്. അപ്പം ഒരാൾക്ക് തന്നെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അത്ര ഒരു ബലമില്ലായ്മ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത് ഈ മാറ്റത്തിനടുക്ക ശരത് പവാറാണ് പ്രധാനമന്ത്രിയായി പോയെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും. തൽക്കാലം കോൺഗ്രസും രക്ഷപ്പെടും. അതുപോലെ ആരെങ്കിലും ചാച്ചയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ മോദി കഴിഞ്ഞാൽ ഒരു BJP-യുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് ആരെങ്കിലും ചാച്ചയ്ക്ക് പറയാൻ പറ്റുമോ? എനിക്ക് നമ്മുടെ കേരളത്തിലെ രാജഗോപാലിനെ എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് കൂടുതലായിട്ട് അധികം അറിയത്തില്ല, പക്ഷെ എങ്കിലും അദ്ദേഹം ഒരു അങ്ങനെ ആരെങ്കിലും ചാച്ചയ്ക്ക് പറയാൻ പറ്റുമോ? BJP-യിലെ മോദി കഴിഞ്ഞാൽ ആര്? അത് എന്തായാലും കേരളത്തിൽ ആരും ആകാൻ പോകുന്നില്ല. പക്ഷെ മോദി കഴിഞ്ഞാൽ എനിക്കിഷ്ടം നിതിൻ ഗഡ്കരി. അയാൾ ഈ സ്റ്റേറ്റുകൾക്കെല്ലാം BJP ഇടതുപക്ഷം വലതുപക്ഷം കോൺഗ്രസിനോട് യാതൊരു പരിഗണനയില്ലാതെ അയാളുടെ ഫണ്ട്, ആ വകുപ്പിന്റെ ഫണ്ട് കൃത്യമായിട്ടാണ് കൊടുത്തത്.
അതിന് BJPക്കാർ ഇടയ്ക്ക് ഇയാളെ മാറ്റിക്കളയാൻ വരെ ആലോചിച്ചു. കേരളത്തിലൊക്കെ ഉള്ള ഈ പൊതുമരാമത്ത് ഫണ്ട് കൃത്യമായിട്ട് വിളി. നിങ്ങൾ സ്ഥലം എടുത്തു തന്നു, ഫണ്ടിന് യാതൊരു കുഴപ്പമില്ലെന്നു. അതെല്ലാ സ്റ്റേറ്റിലും വിളി. താങ്ക് യു ചാച്ച ഫോർ ജോയിനിങ് ദുബായ് ലിങ്കിൾ വിത്ത് ഡിസ്നി. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ചാച്ചയുടെ പേര് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ചാച്ചയുടെ പേര് സ്കറിയ കണ്ടനാട്ട് എന്നാണ് പേര് ചാച്ചയുടെ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ ടുഡേ. സ്റ്റേ ട്യൂൺ.